ഹായ് ഫ്രണ്ട്സ്, ക്ലാസിക് കേരള പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് നിലവാരമുള്ള ഒരു പി എസ് സി ചോദ്യപേപ്പറിൻ്റെ മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഓപ്ഷൻ നോക്കിയും അല്ലാതെയൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും നമുക്ക് എടുത്തിട്ട് അതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി, മാക്സിമം ഇക്വേഷൻസ് ഒന്നും പഠിക്കാതെ ഏറ്റവും എളുപ്പമുള്ള വഴിയിൽ നമുക്ക് ഉത്തരം ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് +15. അപ്പോൾ നമുക്ക് +15 പറഞ്ഞാൽ അതിനെ 15 തന്നെ വിളിക്കും. ആദ്യം പ്ലസ് വന്നാൽ നമ്മൾ ആ നമ്പറിനെ അങ്ങനെ വിളിക്കും. 15 - -25. മൈനസും ഒരുമിച്ച് വന്നാൽ നിങ്ങൾ എപ്പോഴും ഓർത്തോ അവിടെ പ്ലസ് ഇടണം. മൈനസ് ഒരുമിച്ച് വന്നാൽ പ്ലസ് ഇടണം. അപ്പോൾ 15 + 25 + 12 നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 15ഉം 25ഉം കൂട്ടിയാൽ 40 കിട്ടും. 40 + 12 52 കിട്ടും. 52 ഡിവൈഡഡ് ബൈ -4. 52 / 4 എത്രയാണ്? 52 / 4 നിങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 52/4 13 കിട്ടും. അപ്പോൾ ഒരു മൈനസ് താഴെ ഉണ്ടല്ലോ. അപ്പോൾ മൈനസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എത്രയായിരിക്കും? -13 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, -13. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7/4 - 5/4. 7/4 - 5/4. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ മാത്രം, അതായത് താഴെ കിടക്കുന്ന ആൾ സെയിം ആയതുകൊണ്ട് മുകളിൽ കിടക്കുന്ന ആളെ മാത്രം കുറച്ചാൽ മതി. 7 - 5 എത്രയാണ്? 7 - 5 2 ആണ്. താഴെ കിടക്കുന്ന ആളെ അത് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉത്തരം എത്ര? 2/4. 2/4 നമുക്ക് മേളിലും താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. 1 2 2, താഴെ 2 2 4. 1/2ന്റെ ദശാംശ രൂപം നിങ്ങൾക്കറിയാം 0.5 ആണ്. ഓക്കെ, 1/2 അരയാണ്. അരയെ സൂചിപ്പിക്കുന്ന ദശാംശ സംഖ്യ എത്രയാണ്? 0.5 ആണ്. അപ്പോൾ ഉത്തരം 0.5 ആണ്. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 8% 250 ആണെങ്കിൽ സംഖ്യ എത്ര? അപ്പോൾ ഒരു സംഖ്യയുടെ ഒരു ശതമാനം തന്നിട്ട്, ശതമാനം മാത്രം തന്നിട്ട് ആ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശതമാനം എത്രയാണോ അവനെ ആദ്യമേ എടുത്തങ്ങ് എഴുതുക. 250 നമുക്കറിയാം. 250 × 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/100 എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി അവനെ തിരിച്ചിടുക 100/8. ഓക്കെ, അപ്പോൾ 250 × 100/8 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. 250 × 100/8 ഏത് സംഖ്യയാണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് 100/8 ഞാൻ 4 കൊണ്ട് മുകളിലും താഴെ ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് മുകളിൽ 25 എന്ന് കിട്ടും. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് താഴെ 2 എന്ന് കിട്ടും. 2 4 8, 25 4 100. ഇനി ഞാൻ ഈ 2നെയും 250നെയും കൂടി 2 കൊണ്ട് വെട്ടാൻ പോവുക. 2ൽ എത്ര 2 ഉണ്ട്? ഒരു 2 ഉണ്ട്. 250ൽ എത്ര 2 ഉണ്ട്? 125 2 ഉണ്ട്. ഓക്കെ, 125, കാരണം 200ന്റെ പകുതി 100 ആണ്, 50ന്റെ പകുതി 25 ആണ്. അങ്ങനെ 100 25 കൂട്ടുമ്പോൾ 125. അപ്പോൾ എനിക്ക് ഇനി ഉത്തരം എങ്ങനെ ചെയ്താൽ മതി? 125 × 25 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നു 125 × 25. ഇത് ചെയ്ത് നോക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാൻ പോണ ആളാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോ, 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയെ, 5ലല്ല 25ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയെ 25ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ, അതായത് 125ൻ്റെ അവസാനത്തെ 2 അക്കം 25 ആണ്. 25ൽ ആകെ 2 അക്കമേ ഉള്ളൂ. അതിൽ അവസാനത്തെ 2 അക്കം എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 25ൽ അവസാനിക്കുന്ന 2 നമ്പറുകളെ ഗുണിക്കുകയാണെങ്കിൽ, തങ്ങളിൽ ഗുണിക്കുകയാണെങ്കിൽ ഉത്തരത്തിൻ്റെ അവസാനവും നമുക്ക് എന്ത് കാണും? 25 കാണും. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. 25, ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 725/125 എന്ന് ഞാൻ ഗുണിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 2 അക്കം ഏതൊക്കെ തന്നെ ആയിരിക്കും? 25 തന്നെ ആയിരിക്കും. 2 5 തന്നെ ആയിരിക്കും. അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ 250 × 100/8 ചെയ്തു. ചെറുതാക്കി വന്നപ്പോൾ 125 × 25 കിട്ടി. 125 × 25 ഗുണിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്ര കിട്ടും? 3125 ആണ് ഉത്തരം കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3250 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 2.5% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശതമാനമാണ് തന്നേക്കുന്നത്, 2.5%. അപ്പോൾ ഈ നമ്പറിൻ്റെ 2.5% കണ്ടുപിടിച്ചാൽ എത്ര രൂപ കുറച്ചാണ് ഞാൻ വിറ്റതെന്ന് എനിക്ക് കിട്ടും. ഓക്കെ, 3250 രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങി നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ കുറച്ച് പൈസ കുറവായിട്ടായിരിക്കും വിൽക്കേണ്ടത്. അപ്പോൾ 2.5% എനിക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടും. അതായത് 2.5% എത്രയാണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് കുറയ്ക്കുക. അപ്പോൾ ഞാൻ 3250ൻ്റെ 2.5% കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ 3250ൻ്റെ 2.5% കണ്ടുപിടിക്കാൻ 3250 × 2.5/100 ചെയ്താൽ മതി. അപ്പോൾ ഈ 2.5/100 ചെയ്യാൻ പാടായതുകൊണ്ട് 2.5നെയും 100നെയും നമ്മൾ പോയിന്റ് മാറ്റാനായിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഇപ്പം ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടതുകൊണ്ട് താഴെ ഒരു 0 അധികം കൊടുക്കുക. അപ്പോൾ 25/1000 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3250 × 2.5/100 ചെയ്യുന്നതിന് പകരം 25/1000 ചെയ്താൽ മതി. സോ 3250 ×
3000 ഇവിടെ എഴുതാം. 3250 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 1000. 1000 കുറയ്ക്കുന്നു, 0 വെട്ടിക്കളയുന്നു. ഓക്കെ, അപ്പോൾ 325 ഇൻറ്റു 25/100 ഇരുന്നു. 325 ഇൻറ്റു 25/100 ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു 25 ഇൻറ്റു 4 ആണ് 100 എന്ന് പറഞ്ഞു. അപ്പോൾ മേളിലും താഴെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ മേളിൽ ഒരു 25, താഴെ 4 25 100. അങ്ങനെ എനിക്ക് എത്ര കിട്ടി? 325 ഇൻറ്റു 1/4 കിട്ടി. 325 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 325 ഇൻറ്റു 1 325 കിട്ടും. 325/4 ആണ് എനിക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? 325നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 325 ഡിവൈഡഡ് ബൈ 4. എനിക്കറിയാം 3-നകത്ത് 4 ഇല്ല. 32-നകത്ത് 8 4 32. 8 4 32. കുറച്ച് നോക്കുന്നു. 32 32 കുറച്ചാൽ 0 ആണ്. ആ 5 താത്തിറക്കി 5. ഇനി 5-ൽ എത്ര 4 ഉണ്ട്? 5-ൽ ഒരു 4 4. അപ്പോൾ 5 4 കുറച്ചാൽ എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമുക്കറിയാം പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പരിപാടി. ഇനി 1-നകത്ത് 4 ഇല്ല, താത്തിറക്കാനും ആളില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു, 1-ന്റെ കൂടെ ഒരു 0 കൊടുക്കുന്നു. 10-ൽ എത്ര 4 ഉണ്ട്? 10-ൽ 2 4 ഉണ്ട്. ഓക്കെ, 2 4 ആണല്ലോ 8. 2 4 8. താഴെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുവാണേ 10 2 4 8. 8 ഇവിടെയാണ് എഴുതേണ്ടത്, ഞാൻ ഇവിടെ എഴുതി. 10-ൽ നിന്ന് 8 കുറച്ചാൽ എത്ര? 2. വീണ്ടും പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും 0 കൊടുക്കുന്നു. 20-ൽ എത്ര 4 ഉണ്ട്? 5 4 20. 5 4 20 0 ആയി. സോ 325-നെ 4 കൊണ്ട് ഗുണിച്ചാൽ 81.25 കിട്ടും. ദശാംശസംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് എന്ത് കിട്ടി? നഷ്ടം ആയ പൈസ എന്ന് പറയുന്നത് 81 രൂപ 25 പൈസയാണ്. 81 രൂപ 25 പൈസ കുറച്ചാണ് ഞാൻ വിറ്റതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 3250 രൂപയിൽ നിന്ന് എനിക്ക് എത്ര കുറയ്ക്കണം? 81 രൂപ 25 പൈസ കുറയ്ക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സംഖ്യയിൽ നിന്ന് 25 പൈസ കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി പൈസയുടെ കണക്കിൽ ബാക്കി എത്ര ആയിരിക്കും? 75 പൈസ ആയിരിക്കും. 81 നമുക്ക് പിന്നെ കുറയ്ക്കാം. 25 പൈസ കുറച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 75 പൈസയായിരിക്കും. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കുറയ്ക്കേണ്ട ഓപ്ഷൻ നോക്കിയേ. ഇതിൻ്റെ അർത്ഥം എന്താ? 3168 രൂപ 75 പൈസ. ഇതിൻ്റെ അർത്ഥം എന്താ? 3175 രൂപ 25 പൈസ. അങ്ങനെ നിങ്ങൾ പൈസയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 75 പൈസ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 3168 രൂപ 75 പൈസ. അതുകൊണ്ട് നിങ്ങൾ കുറയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എ ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബാങ്ക് വായ്പയ്ക്ക് 12% നിരക്കിൽ വാർഷിക പലിശയാണ് ഈടാക്കുന്നത്. ഇതേ നിരക്കിൽ 36,500 രൂപയ്ക്ക് പാദവാർഷികമായി 3 മാസത്തേക്കുള്ള പലിശ എത്ര? അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. പാദവാർഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? പാദവാർഷികം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ കാൽഭാഗം എന്നാണ്. കാൽഭാഗത്തിന് ഞാൻ 1/4 എന്നാണ് എഴുതുന്നത്. ഇനി നിങ്ങൾക്ക് പലിശ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പലിശ എന്ന് പറയുന്നത് PNR/100 എന്നാണ്. ഓക്കെ, PNR/100 എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നേക്കുന്ന പൈസ 36,500. ഓക്കെ, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12%. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം എന്നുള്ളതാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ നിരക്കാണ് കേട്ടോ. അപ്പോഴാണ് 12% വരുന്നത്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഞാൻ ചെയ്യുവാണെങ്കിൽ ഇതാ നോക്കിയേ, എനിക്കറിയാം പി എന്ന് പറയുന്നത് 36,500 ഇൻറ്റു എൻ എന്ന് പറയുന്നത് വർഷമാണ്. എനിക്ക് 1/4 വർഷത്തേക്ക് മതി, പാദവാർഷികമായതുകൊണ്ട് 1/4 വർഷത്തേക്ക് മതി. 1/4 ഇൻറ്റു 6 12. മൊത്തത്തിൽ ബൈ 100 ഇടാതെ ഞാൻ ഇവിടെ മാത്രം ബൈ 100 ഇടുന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം 36,500 ഇൻറ്റു 1/4 വർഷമായതുകൊണ്ട് 1/4 ഇൻറ്റു 12/100. ഈ 0 വെട്ടി 0 വെട്ടി. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും 0 വെട്ടാം. ഇവിടെ 4 ഉണ്ടല്ലോ, മേളിൽ 12. 4ഉം 12 വെട്ടിക്കഴിഞ്ഞാൽ 3 4 12. അപ്പം ഈ 365-നെ ഈ 3 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. 365-നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. ഇനി നമ്മൾ വീണ്ടും എളുപ്പ വഴിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഗുണിക്കാൻ പോവുകയാണെ 365 ഇൻറ്റു 3. 5 3 15. അപ്പോൾ അവസാനത്തെ അക്കം എത്ര? 5. ഇനി ഞാൻ ബാക്കി ഗുണിക്കാൻ പോകുന്നില്ല. പോയിന്റ് ഇല്ലാത്ത അവസാനത്തെ അക്കം 5 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ, ബി. സോ 1095 ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്ന മാവിൽ 1 കിലോ അരിക്ക് 400 ഗ്രാം ഉഴുന്ന് എടുക്കുന്നുവെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശബന്ധം എത്ര? നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അംശബന്ധം കണ്ടുപിടിക്കാൻ നിങ്ങൾ 1 കിലോ അരി, 1 കിലോയെ നമ്മൾ ഗ്രാം ആക്കുക. കാരണം ഇത് 1 കിലോയും ഇത് ഗ്രാമും ആണെങ്കിൽ അംശബന്ധം പറ്റത്തില്ല. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1000:400 എന്നതിനെ എഴുതുക. 0 0 അതുപോലെ അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, 2 0 വെട്ടി, 2 0 വെട്ടി. ബാക്കി വരുന്നത് 10:4 ആണ്. 10:4. ഇനി അപ്പുറം ഇപ്പുറം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 2 10, 2 2 4. 5:2 ആണ് ഉത്തരം. സോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നെക്സ്റ്റ്, ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ്. 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര മിനിറ്റ്? 25 മിനിറ്റ് ആണ്. 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ്. ഓക്കെ,
25 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനോ? 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അതായത് 5 മിനിറ്റ്. ഇനി നമുക്ക് വേണ്ടത് 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? സോ ഞാൻ എഴുതി 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5നെ എനിക്ക് എത്ര കൊണ്ട് ഗുണിക്കണം? 3.5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഞാൻ എളുപ്പവഴി ആലോചിക്കുന്നു. 5 × 3 എത്ര? 5 × 3 15. 5 × അര എത്ര? 5 × അര എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതി. 5ൻ്റെ പകുതി എത്രയുടെ? 2.5 5ൻ്റെ പകുതി 2.5. 15 2 കൂടെ കൂട്ടിയാൽ 17. 17.5 മിനിറ്റ്. അരയും കൂടെ കൂട്ടുമ്പോൾ അര കൂടും, 17.5 മിനിറ്റാണ് ഉത്തരവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 അതിൻ്റെ ഉത്തരവിനകത്ത് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് 1 6 11 എന്ന സമാന്തര ശ്രേണിയിലെ ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും ഡാഷിൻ്റെ ഗുണിതമാണ്. അപ്പോൾ സമാന്തര ശ്രേണിയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഏതെങ്കിലും അടുത്തടുത്ത സംഖ്യകളുടെ വ്യത്യാസം നോക്കുക, എല്ലാ വ്യത്യാസവും സെയിം ആയിരിക്കും. ഇവിടെ ആ വ്യത്യാസം 11 - 5. 11 - 5 എത്രയാണ്? 6 ആണ്. ഓക്കെ, 11 - 5 എന്ന് പറയുന്നത് 11 - 6. 11 അടുത്തടുത്ത സംഖ്യകൾ 11 6. 11 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 5ൻ്റെ ഗുണിതമായിരിക്കും. ഒരു സമാന്തര ശ്രേണിയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും ഏത് 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും. അടുത്ത ചോദ്യം, വശങ്ങളുടെ നീളങ്ങൾ 6 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമഭുജ ത്രികോണം. അത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷഡ്ഭുജത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇത് നിങ്ങൾക്കറിയാം, ഷഡ്ഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സൈഡുകൾ കാണും. ഓക്കെ, അപ്പം ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ സമഭുജം ത്രികോണം വയ്ക്കുന്ന ആ സൈഡ് തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾ ഉത്തരം ചെയ്യാൻ ഇത്ര മാത്രം ചെയ്താൽ മതി, 6 × 6 ചെയ്താൽ മതി. 6 × 6 എത്രയാണ്? 36 സെൻറ്റിമീറ്ററാണ് ഉത്തരം വരുന്നത്. ഈ ഒരു ചോദ്യം ഓർത്ത് വെച്ചേക്കുക, 36 സെൻറ്റിമീറ്ററാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 1/2 1/2ൻ്റെ സ്ക്വയർ 1/2ൻ്റെ ക്യൂബ്. ഈ ഒരു ശ്രേണിയിൽ ബീജഗണിത രൂപം എഴുതുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാവോ? 1 / അതവിടെ കിടക്കട്ടെ, ബാക്കി ഞാൻ പറയാം. 1 അടുത്ത വരുന്ന ആളാരാ? 1/2. 2ന് എനിക്ക് 2/1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 1/2/1 ആണ്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 1/2/2 ആണ്. നാലാമത്തെ ടേം എന്ന് പറയുന്നത് 1/2/3 ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാലാമത്തെ ടേം 1/2/3 ആണ്, 1 കുറവ്. അപ്പോൾ അഞ്ചാമത്തെ ടേമോ 1/2/4 ആയിരിക്കും. ആറാമത്തെ ടേമോ 1/2/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ടേം എത്ര ആയിരിക്കും? എന്ത് ടേം എത്ര ആയിരിക്കും? 1/2. ഇപ്പോൾ n എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ആലോചിക്കുക 100 ആണെങ്കിൽ 100ാമത്തെ ടേം എത്ര ആയിരിക്കും? 1/2/99 ആയിരിക്കും. 1000ാമത്തെ ടേം ആണെങ്കിലോ 1/2/999 ആയിരിക്കും. അതായത് ഏത് നമ്പർ വന്നാലും അതിന് 1 കുറയ്ക്കുക. അപ്പോൾ എന്ത് ടേം ആണെങ്കിൽ അപ്പോൾ എന്ത് ടേം വന്നു കഴിഞ്ഞാൽ 1/2/n നിന്ന് എത്ര കുറയ്ക്കുക? 1 കുറയ്ക്കുക, n-1. ഓക്കെ, 100ാമത്തെ ടേം ആണെങ്കിൽ 99 ആണല്ലോ വരുന്നത്. അപ്പോൾ 1/2/n-1. സി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x 2 y 1 ആണെങ്കിൽ ഈ പറയുന്ന സാധനത്തിൻ്റെ വില എത്ര? നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 4 മൈനസ് വൈയുടെ സ്ക്വയർ, അതായത് 1ൻ്റെ സ്ക്വയർ. 4 - 1. ഓക്കെ, 4 - 1 കിട്ടി. താഴെ എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 + 1 വരും. 4 - 1 എത്ര? 3. 3/2 + 1 എത്ര? 3. 3/3 എത്രയാണ്? 1 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉത്തരം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, RAN എന്ന് പറഞ്ഞാൽ QBM ആയി. നിങ്ങൾ നോക്കിയേ, RAN. ആറിനേക്കാൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ ആറിന് മുമ്പാണ് ക്യൂ വരുന്നത്. QR എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ക്യൂ അതിന് മുമ്പത്തെ നമ്പറാണ്. എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്, തൊട്ട് അടുത്ത നമ്പറാണ് ബി. എന്നിന് തൊട്ട് മുമ്പത്തെ നമ്പറാണ് എം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കിയേക്കുന്നത്. അടുത്ത സാധനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടും. അതായത് ആദ്യത്തെ അക്ഷരത്തിന് മുമ്പത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം, മൂന്നാമത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന XYZ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യത്തെ നമ്പറിന് തൊട്ട് മുമ്പുള്ള അക്ഷരം. അപ്പോൾ എക്സിന് മുമ്പുള്ള അക്ഷരം ആരാ? W. അപ്പോൾ W ആദ്യം വേണ്ടതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം, W. ഇനി വൈക്ക് ശേഷമുള്ള അക്ഷരം ആരാ? Z. അപ്പോൾ WZ എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഇവിടെ വേണമെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇസഡിന് മുമ്പുള്ള അക്ഷരം, അതുകൊണ്ട് Y. അപ്പോൾ WZY ആണ് ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന സംഖ്യകൾ വിശകലനം ചെയ്ത് ഒറ്റയാനെ കണ്ടെത്തുക. നിങ്ങൾ നോക്കി, 27 33 37 39. ബാക്കി സംഖ്യകളെല്ലാം തന്നെ 3ൻ്റെ ഗുണിതമാണ്. 37 മാത്രം 3ൻ്റെ ഗുണിതമല്ല. അതിന് കൂടാതെ തന്നെ 37 അഭാജ്യ സംഖ്യയുമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എത്ര ആയിരിക്കും? 37 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം 3ൻ്റെ ഗുണിതമാണ്, 37 മാത്രം 3ൻ്റെ ഗുണിതം. അടുത്ത ചോദ്യം, ഒരാൾ 20 മീറ്റർ വടക്ക് അങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വരച്ച് നോക്കാം. ഓക്കെ, ഈ പടം നമ്മൾ വരച്ചാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരാൾ 20 മീറ്റർ വടക്കോട്ട് നടക്കുന്നു. വടക്കെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, വടക്ക് മുകളിലോട്ടാണ്. നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നോർത്ത് ഇങ്ങോട്ട്, പിന്നെ വെസ്റ്റ് ഇങ്ങോട്ട്, അതായത് വടക്ക്, ഇടത് സൈഡിൽ പടിഞ്ഞാറ്, വലത് സൈഡിൽ കിഴക്ക്, താഴോട്ടാണെങ്കിൽ
തെക്ക്. ഓക്കെ, ഈ ഒരു സാധനമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 20 മീറ്റർ വടക്ക് ഭാഗത്തേക്ക് നടക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് വരയ്ക്കണം? 20 മീറ്റർ മേളിലോട്ട് വരയ്ക്കണം. സോ 20 മീറ്റർ. ഇനി അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് 30 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഈ ആരോ നോക്കി തന്നെ നിങ്ങൾ ഇടത് ഭാഗവും വലത് ഭാഗവും ആലോചിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് 30 മീറ്റർ സഞ്ചരിക്കുന്നു, 30 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും ഇടത് ഭാഗം. അപ്പോൾ ഈ ആരോ നോക്കിയിട്ട് ഇടത് ഭാഗം എന്ന് പറയുന്നത് താഴോട്ട് വരും. ഈ ഇടത് ഭാഗത്തോട്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു? 35 മീറ്റർ നടക്കുന്നു, 35 മീറ്റർ നടക്കുന്നു. ഇനി അവിടെ നിന്നും വലത് ഭാഗത്തേക്ക് 15 മീറ്റർ. അപ്പോൾ ഈ ആരോ നോക്കി വലത് ഭാഗം എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്, 15 മീറ്റർ നടക്കുന്നു. വീണ്ടും വലത് ഭാഗത്തോട്ട് തിരിഞ്ഞിട്ട് 15 മീറ്റർ മേലോട്ട് 15 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആരോ നോക്കിയിട്ട് വലത് ഭാഗം നോക്കുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത് 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ തുടങ്ങിയ അടുത്തുനിന്ന് എത്രയായിരിക്കും ദൂരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത് 20 മീറ്റർ ആണ്. ഈ 20ഉം 15ഉം തമ്മിലുള്ള 20ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഞാനിപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ 20ഉം ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ താഴ്ഭാഗം എത്രയായിരിക്കും? 35ൽ നിന്ന് 20 കുറയ്ക്കുന്നതായിരിക്കും, അതായത് 15 ആയിരിക്കും ഇവിടെ വരുന്നത്. നിങ്ങൾ നോക്കി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാ നോക്കി, ഈ 20ൽ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ മൊത്തം 35ആണ്. ആ 35ൽ നിന്ന് 20 കുറയ്ക്കുക, താഴെ എനിക്ക് എത്ര കിട്ടും? 15 കിട്ടും. അതേ 15ആണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 മീറ്റർ ആണ്, ഇവിടെ നിന്ന് 30 മീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 15 മീറ്റർ ആണ്, 15. അങ്ങനെ എനിക്ക് ഈ 30ഉം 15ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 45 മീറ്റർ എന്ന് ഉത്തരം കിട്ടും, 45 മീറ്റർ. ഇനി ദിശ കൂടി ചോദിച്ചിട്ടുണ്ട്. 45 മീറ്റർ ഇതാ നോക്കി, തുടങ്ങിയത് ഇവിടെ ആയിരുന്നല്ലോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പടിഞ്ഞാറാണ് വരുന്നത്. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 45 മീറ്റർ പടിഞ്ഞാറാണ്, 45 മീറ്റർ പടിഞ്ഞാറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് നോക്കുക. കറക്റ്റായിട്ട് വരച്ചിട്ട് ഇത് നേരെ തുടങ്ങിയെടുത്തുനിന്ന് വരച്ച് മുട്ടിച്ചിട്ട് നിങ്ങൾക്ക് അളവ് നോക്കി എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോട്ട് മാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോട്ട് മാസിൻ്റെ അല്ല, ഇത് ആരോ വെച്ചിട്ട് നിങ്ങളൊരു റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആരോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഉത്തരം കിട്ടും. ഓക്കെ, 64 ഈ ലെഫ്റ്റ് ആരോ കൊടുത്തേക്കുന്നത് മൈനസ് ആണ്, വ്യവകലനം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. 64 മൈനസ് 36 അതൊരു ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുക. ഇനി താഴോട്ടുള്ള ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹരണമാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ, താഴെ എഴുതാൻ ഡിവൈഡഡ് ബൈ 8 സൈഡിലോട്ട് വലത് സൈഡിലോട്ടുള്ള ആരോ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ തുക എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. 8 + 6 മുകളിലത്തെ ആരോ ഇൻറ്റു ആണ് കൊടുത്തേക്കുന്നത്, ഇൻറ്റു 5. അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ള സാധനം ആദ്യം ചെയ്യണം ബോട്ട് മാസിൻ്റെ നിയമം അനുസരിച്ച്. 64 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 28 കിട്ടും. 28 ഡിവൈഡഡ് ബൈ 8 + 6 അടുത്ത് ചെയ്യുക 14, 14 × 5. ബോട്ട് മാസ് അനുസരിച്ച് അടുത്ത ഹരണം ചെയ്യണം. 28/14 എത്ര? 28/14 2, 2 × 5, 2 × 5ൻ്റെ ഉത്തരം എത്രയാണ്? 10 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 10 ആണ്. നെക്സ്റ്റ്, ഒരു ക്ലോക്കിലെ സമയം 5:17 ആണെങ്കിൽ ആ ക്ലോക്കിൽ കണ്ണാടിയിൽ കാണുന്ന സമയം എത്ര ആയിരിക്കും? കണ്ണാടിയിൽ കാണുന്ന സമയം അറിയാനായിട്ട് നിങ്ങൾ എന്തോ ചെയ്താൽ മതി? 12 മണിയിൽ നിന്ന് ഈ സമയം കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ 12 മണിയിൽ നിന്ന് കുറയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക 11:60 നിന്ന് 5:17 കുറയ്ക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ 11:60 എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കി, 60ൽ നിന്ന് 17 കുറച്ച് എത്രയാണ്? 60ൽ നിന്ന് 17 കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 43 കിട്ടും. 43 അവസാനമുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ 11 കൂടെ കുറച്ച് വെക്കാം. 11 കുറച്ചാൽ 6 കിട്ടും. അപ്പോൾ 6 മണി 43 മിനിറ്റ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 6 മണി 43 മിനിറ്റ്. അടുത്ത ചോദ്യം, 4 മണി 15 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുണ്ടാകുന്ന കോണളവ് എത്രയാണ്? അപ്പോൾ ജസ്റ്റ് ഞാൻ ക്ലോക്ക് വരച്ച് നോക്കുന്നു. ക്ലോക്ക് വരച്ചു. ഓക്കെ, 4 മണി, ഇതാ ഇവിടെ 12 വന്നു, ഇതാ ഇവിടെ 3 വന്നു, ഇവിടെ 4. അപ്പോൾ 4ൽ നിന്ന് ആരോ സൂചി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 4 മണി 15 മിനിറ്റ് ആകുമ്പോൾ ഈ 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4ഉം 3ഉം തമ്മിൽ ഏത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതും 30 ഡിഗ്രിയാണ്. അപ്പോൾ ഓൾറെഡി 30 ഡിഗ്രി ഉണ്ട്. ഇനി 15 മിനിറ്റ് ദൂരം സഞ്ചരിക്കും. 15 മിനിറ്റ് കഴിയുമ്പോൾ 4 മണിക്ക് നേരെ ആയിരിക്കത്തില്ല മണിക്കൂർ സൂചി നിൽക്കുന്നത്, അത് കുറച്ച് ഇങ്ങോട്ട് മാറും അല്ലേ? അത് എത്ര മാറുമെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കുക. 1 മിനിറ്റ് മണിക്കൂർ സൂചി സഞ്ചരിക്കുമ്പോൾ അര ഡിഗ്രിയാണ് തിരിയുന്നത്. അതായത് ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മണിക്കൂർ സൂചി അര ഡിഗ്രി തിരിയും. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ 15 തവണ അര ഡിഗ്രി തിരിയും. അതായത് 15ൻ്റെ പകുതി, 15 × 1/2, 15ൻ്റെ പകുതിയാണ് തിരിയുന്നത്. 15ൻ്റെ പകുതി എന്ന് പറയുന്നത് 7.5 ആണ്. അപ്പം ഓൾറെഡി 3ഉം 4ഉം തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ 15 മിനിറ്റ് ആയതുകൊണ്ട് മണിക്കൂർ സൂചി 7.5 ഡിഗ്രി കൂടി തിരിഞ്ഞു. അങ്ങനെ നമുക്ക് മൊത്തം എത്ര കിട്ടും? 37.5 ഡിഗ്രിയാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 101 × 99 മൈനസ് 105 × 95ൻ്റെ ഉത്തരം എത്ര? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 101 × 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 - 1 × 100 + 1, 101
100 മൈനസ് 1 ആണ് 99. അപ്പോൾ 100 പ്ലസ് 1 ഇൻറ്റു 100 മൈനസ് 1 ആണ്. അവിടെ വ്യത്യാസം 1 ആണ്. ഇനി അടുത്ത വരുന്നത് 100 പ്ലസ് 5 ഇൻറ്റു 100 മൈനസ് 5 ആണ്. അവിടെ വ്യത്യാസം 5 ആണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യത്യാസങ്ങൾ നോക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ നിന്ന് ഈ നമ്പറിലോട്ട് തിരിച്ചാണ് കുറയ്ക്കേണ്ടത്. 5ൻ്റെ സ്ക്വയറിൽ നിന്ന് 1ൻ്റെ സ്ക്വയർ കുറയ്ക്കുക. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ്. 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 25 മൈനസ് 1 24 കിട്ടും. ഓക്കെ, അപ്പോൾ സ്ക്വയറൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണ ഉണ്ടല്ലോ, 100 പ്ലസ് 1 100 മൈനസ് 1. അപ്പോൾ 2 തവണ 1 ഉണ്ട്. 100 പ്ലസ് 5 100 മൈനസ് 5, അപ്പോഴും 2 തവണ 5 വരുന്നുണ്ട്. അപ്പോൾ 5ൻ്റെ സ്ക്വയറിൽ നിന്ന് 1ൻ്റെ സ്ക്വയർ കുറച്ചാൽ മതി എന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് 2008 ജനുവരി 27 ഞായറാഴ്ചയാണെങ്കിൽ 2008 മാർച്ച് 3 7 ദിവസമായിരിക്കും. ഓക്കെ, അപ്പോൾ 2008 ജനുവരി 27 ഞായറാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, 27 കഴിഞ്ഞ് ഞായറാഴ്ച ആവാനായിട്ട് 4 ദിവസം ബാക്കിയുണ്ട്. ഓക്കെ, 4 ദിവസം ബാക്കിയുണ്ട്. 4 ദിവസം. ഇനി ഫെബ്രുവരി ആ ദിവസം അതിവർഷം ആയതുകൊണ്ട്, കാരണം 2008 അതിവർഷം ആയതുകൊണ്ട് ഫെബ്രുവരി 29 ദിവസമുണ്ട്. ആ 29 നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 29നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശിഷ്ടം 1 വരും. അപ്പോൾ 4ഉം 1ഉം. ഇനി മാർച്ചിൽ 3 ദിവസമുണ്ട്. മാർച്ചിൽ 3 ദിവസവും കൂടെ ഞാൻ കൂട്ടുന്നു. അപ്പോൾ 4 1 5, 5 3 8. 8 ആണ് ഉത്തരം. ഈ 8നെ പിന്നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം എത്ര വരും? 1 വരും. അതായത് ഒരു ദിവസം നിങ്ങൾ കൂട്ടിയാൽ മതി. ഞായറാഴ്ചയിൽ നിന്ന് ഒരു ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? തിങ്കളാഴ്ച കിട്ടും. സോ തിങ്കളാഴ്ചയാണ് ഉത്തരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ 20 ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. അല്ലെങ്കിൽ ഇതിനേക്കാളും വേഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ 20 ചോദ്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.